ഹായ് ദർ വെൽക്കം ബാക്ക് വൺ സെക്കൻഡ്. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML ഫോംസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫോംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് HTML സംബന്ധിച്ചിടത്തോളം. പക്ഷേ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. അതുമാത്രമല്ല, ഒരുപാട് ഇൻ്റർവ്യൂസിലും ഫോംസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, സോ ഫോംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ലോഗിൻ, സൈനപ്പ്, അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും കുറേയും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോംസ് കൂടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഫോംസിൻ്റെ കാര്യങ്ങൾ ഇതിനു വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പം നമ്മൾ സെർച്ചിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫോംസാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, കളർ പിക്കർ, അങ്ങനെ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും നോർമൽ വെബ്സൈറ്റുകളാണെങ്കിലും ഫോംസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം HTML ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞ് ഈ ഒരു കുറച്ച് ടാഗ്, പിന്നെ ഡിവിഷൻ ടാഗ്, പാരഗ്രാഫ്, ഹെഡിങ്, ഈ ടാഗുകൾക്ക് പുറമെ ബാക്കിയുള്ള ഒട്ടുമിക്ക ടാഗുകളും ഫോംസിൽ നിന്ന് വരുന്ന ടാഗ്സ് ആണ്. ഉദാഹരണത്തിന് ബട്ടൺസ്, അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺസ്, ഔട്ട്പുട്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോംസിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, സോ ഫോംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ഫോം എലമെൻ്റ് എന്താണെന്ന് പഠിക്കാം. ഇതാണ് ഫോം എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഫോം ടാഗ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഫോംസ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഫോം എലമെൻറ്റ്സ് വേറെ കുറേ ഇൻപുട്ട് ടാഗുകളുണ്ട്, അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഫോം എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഫോംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ഫോം ടാഗിൻ്റെ അകത്തായിരിക്കും വെക്കുക. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ഈ HTMLൻ്റെ അകത്ത് ബോഡിക്കകത്തല്ലേ ബാക്കിയുള്ള, അതായത് നമ്മൾ ഇവിടെ കാണുന്ന കണ്ടൻസ് എല്ലാം തന്നെ ബോഡിക്കകത്താണ് വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫോംസിൻ്റെ അകത്തുള്ള കണ്ടൻറ് എല്ലാം തന്നെ ഫോം എന്ന് പറഞ്ഞാൽ ഈ ടാഗിൻ്റെ അകത്താണ് വെക്കുന്നത്. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫോംസ് എല്ലാം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ എൻ്റർ ഫോമിൻ്റെ അകത്തുള്ള കാര്യം മാത്രമായിട്ട് നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യാം. ഈ ഒരു എൻ്റർ വെബ്സൈറ്റ് സെൻഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഫോമിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഡാറ്റ, അല്ലെങ്കിൽ ഫോമിൻ്റെ അകത്തുള്ള ഡാറ്റ മാത്രം നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അത് ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സ്റ്റാറ്റിക് വെബ്സൈറ്റ്, ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വെബ് പേജ് ലോഡ് ചെയ്യുന്നു, അത് അത്രയേ ഉള്ളൂ, അതുകൂടെ കഴിഞ്ഞു, അതാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ഈ ഒരു പേജ് ലോഡ് ചെയ്തു, ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതൊരു സ്റ്റാറ്റിക് പേജാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നോടം വരെ ഇതൊരു സ്റ്റാറ്റിക് പേജാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഈ ഒരു കണ്ടൻറ്റ് മാത്രമായിട്ട് അപ്ഡേറ്റ് ആവും. അതായത് ഒട്ടുമിക്ക എല്ലാ ബ്രൗസറിലും ഇത്തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഈ ഒരു പേജ് റീഫ്രഷ് ചെയ്യാതെയാണ് ഈ കണ്ടൻറ്റ് മാത്രമായിട്ട് അപ്ഡേറ്റ് ആവുന്നത്. അത് ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസ്, ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ കാര്യം എടുക്കാം. ഓക്കെ, യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ അടുത്ത വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം, റെസ്യൂം ചെയ്യാം, ബാക്കിയുള്ള വീഡിയോ കണ്ടൻറ്റ് എടുക്കാം, അതിന് വീഡിയോയുടെ ക്വാളിറ്റി മാറ്റാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു പേജ് റീഫ്രഷ് ചെയ്യാതെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ പുതിയ കണ്ടൻറ്റ് ലോഡായി വന്നുകൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതെല്ലാം. ഇപ്പം യൂട്യൂബ് മൊബൈൽ ആപ്ലിക്കേഷനും അങ്ങനെ തന്നെയാണ്. അതാണ് ഡൈനാമിക് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റീഫ്രഷ് ചെയ്യാതെ വേറെ കണ്ടൻറ്റ് നമുക്ക് വരത്തില്ല. അതുപോലെ തന്നെ ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എൻ്റയർ പേജ് റീഫ്രഷ് ആവുന്നുണ്ട്. റീഫ്രഷ് ആയതിനു ശേഷം മാത്രമേ, ഇല്ലെങ്കിൽ അത് മറ്റൊരു പേജിലേക്കാണ് പോകുന്നത്. അത് ഡൈനാമിക് അല്ല, സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ പേജിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡൈനാമിക് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് സെർവർ സൈഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡൈനാമിക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോഡും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള വെബ്സൈറ്റ് നോർമൽ HTML മാത്രം ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ജാവാസ്ക്രിപ്റ്റിൻ്റെ വലിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. നല്ല രീതിയിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് വിത്ത് കുറയ്ക്കാനായിട്ടാണ്. ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെബ് പേജിൻ്റെ എൻ്റയർ പേജ് ലോഡാണെങ്കിൽ സമയം കൂടുതലെടുക്കും, പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം തന്നെയുള്ളൂ. ആ ഒരു പേജ്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു HTML പേജ്, ആ ഒരു പേജ് ഒരു വെബ് ബ്രൗസർ പ്രോസസ്സ് ചെയ്യണം. അത് ക്ലയൻറ്റ് സിസ്റ്റത്തിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സിസ്റ്റത്തിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്.
സെർവറിൽ നിന്ന് കുറച്ച് പാക്കറ്റുകൾ ഇങ്ങോട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സിങ് നടക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിലാണ്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിങ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മൊബൈൽ നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ 1 MB/s ഇല്ലെങ്കിൽ 5 MB 9 MB 5G ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്പീഡുണ്ട്. ഒരു 9 MB 10 MB/s ഒക്കെ നമുക്ക് വരും. അതുപോലെ അത് 2G ആണെങ്കിലോ 2G ആണെങ്കിൽ 20 KB 30 KB/s ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കുറേ കാലം മുമ്പ് 2G ഒക്കെ ആയിരുന്നു. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ 2Gയിലെ ബാൻഡ് വിത്ത് കുറവാണ്, 5Gയിലെ ബാൻഡ് വിത്ത് കുറച്ചും കൂടെ കൂടുതലാണ്. അതാണ് നെറ്റ്വർക്കിൻ്റെ സ്പീഡാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു സ്പീഡ്, അങ്ങനെ സ്പീഡ് കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ, നെറ്റ്വർക്ക് കവറേജ് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു എൻ്റർ HTML പേജ് ലോഡാവണമെങ്കിൽ കുറേ ഇമേജസും PNG ഫയൽസൊക്കെ നമ്മളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു പേജ് ലോഡാണെങ്കിൽ കുറേ സമയം എടുക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ ഫോം എലമെൻ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോംസിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് മാത്രം സെർവറിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ സെർവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ സെർവേഴ്സിനും വർക്ക് ലോഡ് കുറഞ്ഞിരിക്കും. ഓക്കെ, സോ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോം എലമെൻറ്റ് മാത്രമായിട്ട് നമുക്ക് സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതിലേക്ക് മാത്രമായിട്ട് റിസൾട്ടുകൾ നമുക്ക് ഗെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ അകത്താണ് സാധാരണ ഫോംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. അതിൻ്റെ അർത്ഥം ഫോമിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ഫോംസിൻ്റെ അകത്ത് കുറേ ഇൻപുട്ടുകളുണ്ട്. അതുപോലെ പാസ്വേഡ് ഇൻപുട്ട്, ടെക്സ്റ്റ് ഇൻപുട്ട്, ചെക്ക് ബോക്സ്, ആ കാര്യങ്ങൾ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള റൂൾസൊന്നും ഇല്ല. നോർമലി ഫോംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ ഈ പാസ്വേഡ് അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ലോഗിൻ ചെയ്യുന്ന അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഫോംസിൻ്റെ അകത്തായിരിക്കണം വെച്ചിരിക്കുന്നത്. എങ്കിലും ഫോംസിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസും നമുക്ക് ഫോംസിൻ്റെ പുറത്തും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ ഫോമിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇത് ഫോം ടാഗാണ്. ഫോം എന്ന് മാത്രം ഇതൊരു ടാഗാണ്. ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഫോം എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഫോം എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടാഗും ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസും കൂടി ചേർന്നിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ഇൻപുട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫോംസിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ടാഗ്സും ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഒറ്റ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു ഒറ്റ ടാഗാണ് ഇത്. ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗാണ്. ഈ ഇൻപുട്ട് ടാഗുകൾ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടാത്തൊരു ടാഗാണ്. നമ്മൾ BR ടാഗ് പഠിച്ചു, HR ടാഗ് പഠിച്ചു, അതുപോലെ ഇമേജ് ടാഗ് പഠിച്ചു. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ടാത്ത മറ്റൊരു ടാഗാണ് ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ചേഞ്ച് ആവുന്ന ഒരേ ഒരു കാര്യം, ഇതുപോലത്തെ കുറേ ഇൻപുട്ട് ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്, ടെക്സ്റ്റ്, അതുപോലെ ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, ഫയൽ ഇൻപുട്ട്, നമ്പർ ഇൻപുട്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, അതുപോലെ തന്നെ റീസെറ്റ് പാസ്വേഡ്, അങ്ങനത്തെ ഒരുപാട് ഇൻപുട്ടുണ്ട്. URL, സെർച്ച്, എല്ലാം ഒരുപാട് ഇൻപുട്ടുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ടാഗ് എന്ന് പറയുന്നത് ഈ ഇൻപുട്ട് ടാഗ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ചേഞ്ച് ആവുന്ന ഒരേ ഒരു കാര്യം ടൈപ്പ് എന്ന് നമ്മൾ കൊടുക്കുക. ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ്. അതായത് ഒരു ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാഗിൻ്റെ അകത്ത് തന്നെ, അത് ക്ലോസ് ടാഗ് അല്ല, അതിൻ്റെ ഓപ്പണിംഗ് അവിടെ തന്നെ നമ്മൾ എന്ത് കാര്യം ടൈപ്പ് ചെയ്താലും അതിനെല്ലാം ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇൻപുട്ട് ടൈപ്പുകളാണ്. ഓക്കെ, URL, വീക്ക്, ടൈം, ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇൻപുട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റാണ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് എന്ന് കുറച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരുന്നതായിരിക്കും. ഓക്കെ, ഡീഫോൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ്. നമ്മൾ ചില ഫോംസ് ഒക്കെ എടുക്കുമ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് റൗണ്ട് ആയിരിക്കും, പിന്നെ അതിന് പല കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് CSS ഉപയോഗിച്ചിട്ടാണ്. HTML വെച്ച് നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, സോ HTML എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രക്ചറിങ്ങിന് മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഷേപ്പും പിന്നെ അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് CSS കോഡ് വെച്ച് മാത്രമേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് JavaScript വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി എളുപ്പം CSS വെച്ചായിരിക്കും. കുറച്ചും കൂടെ കോഡിൻ്റെ അളവും കുറഞ്ഞു കിട്ടും. ഓക്കെ, CSS വെച്ച് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, സോ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൂടെ കൊടുത്തു. ഇനി അടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം റേഡിയോ ബട്ടൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ടൈപ്പ് റേഡിയോ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബട്ടൺസ് ആണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം മൾട്ടിപ്പിൾ റേഡിയോ ബട്ടൺസ്, ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്യുകയാണ്.
ഓക്കെ, ഇപ്പോൾ 2 റേഡിയോ ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റൂ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് മോസ്റ്റ്ലി റേഡിയോ ബട്ടൺസ് ഉപയോഗിക്കുന്നത്. ആ ഗ്രൂപ്പ്സ് ഇവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും, അത് പക്ഷേ ഡീസെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത്തരത്തിലുള്ള ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പിന്നീട് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് റേഡിയോ ബട്ടൺ ഇൻപുട്ടുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിപ്പിക്കുള്ളൂ. ഈ ബട്ടൺ ഗ്രൂപ്പുകളെ കുറിച്ച് ഞാൻ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ റേഡിയോ ബട്ടൺ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ എല്ലാം സെലക്ട് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ, ഡീസെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ബോക്സ് ഡീസെലക്ട് ചെയ്യണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാനും പറ്റും, ഡീസെലക്ട് ചെയ്യാനും പറ്റും. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാം, ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഒട്ടുമിക്ക സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ലൈസൻസ് കണ്ടീഷൻ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്ക് ബോക്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ചെക്ക് ബോക്സിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ബ്ലൂ കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കളറിൻ്റെ ഒരു ഗ്രേ കളർ പോലെ ആയിരിക്കും. പക്ഷേ ചില ബ്രൗസറിൽ ഈ കളറും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ബ്രൗസർ ഇവിടെ ക്രോം എടുത്ത് വെച്ചിട്ടും അതുപോലെ എഡ്ജ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഈ ഒരു സ്റ്റൈലിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബട്ടൺസിലുണ്ട്, ചെക്ക് ബോക്സിലുണ്ട്, എല്ലാ കാര്യത്തിലും ബ്രൗസറിൻ്റെ അതിൻ്റേതായ സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രൗസറിനും സ്റ്റൈൽസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫയർഫോക്സിലായതുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ക്രോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലുണ്ടായിരിക്കും. പക്ഷേ ബോക്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കാണുമ്പം കുറച്ച് 2 സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടീസബിൾ ഡിഫറൻസ് അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ബോക്സ് പഠിച്ചു, റേഡിയോ ബട്ടൺ പഠിച്ചു. ഇനി ഫയൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ പിക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഓക്കെ ഫയൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രൗസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഫയൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പെർട്ടിക്കുലർ ഫയൽ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓക്കെ, നമുക്ക് ഈ ഒരു ഇമേജ് ചൂസ് ചെയ്യാം. ഈ ഒരു ഇമേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നെയിം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ JPG എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഫോർമാറ്റ് വന്നിട്ടുണ്ട്. ഇത് ഫയൽ ഇൻപുട്ടാണ്. ഓക്കെ, നമ്പർ ഇൻപുട്ട് കൊടുക്കുവാണ്. ഇവിടെ നമുക്ക് നമ്പേഴ്സ് മാത്രമാണ് ആക്ച്വലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ചില ബ്രൗസറുകളിൽ ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ടാകും. ഓക്കെ, ഉദാഹരണത്തിന് ഞാനിവിടെ ഫയർഫോക്സിലായതുകൊണ്ട് ഇവിടെ ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ നോർമലി ഇപ്പം നമ്മൾ ക്രോമോ എഡ്ജൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്പേഴ്സ് മാത്രമേ സപ്പോർട്ടാകത്തുള്ളൂ. ഓക്കെ, ഇത് ബ്രൗസറിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇതുപോലെ നമ്പേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് അപ്പ് ഓർ ഡൗൺ കൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഞാനിവിടെ മുകളിലേക്കും താഴേക്കും പ്രസ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പം ഇത് ബ്രൗസറിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ പുതിയ വേഷം വരുമ്പം ഒരു പക്ഷേ ക്ലിയർ ചെയ്തിരിക്കും. നിങ്ങളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമോ അതല്ലെങ്കിൽ എഡ്ജോ ഏതെങ്കിലും ബ്രൗസർ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അത്തരത്തിലുള്ള ഇതാണ് നമ്പർ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇൻപുട്ടാണ്. കറൻറ്റ് ഡേറ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു കലണ്ടർ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്രൗസറിനും ഓരോ കലണ്ടറിൻ്റെ സ്റ്റൈലായിരിക്കും. ഇപ്പോൾ ഫയർഫോക്സിന് ഈ ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഡേറ്റ് ഇയേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് അതിൻ്റെ അകത്തുനിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് കറൻറ്റ് ഡേറ്റ് ഏതാണോ ഡേറ്റ് ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് അതല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പോകുമ്പം ഏത് ദിവസത്തേക്കുള്ള ഫ്ലൈറ്റാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഇതുപോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത്തരം സാഹചര്യങ്ങളിലാണ് ഫ്ലൈറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഇൻപുട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്. ഫ്ലൈറ്റ് ഇൻപുട്ടല്ല, ഡേറ്റ് ഇൻപുട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ഇമെയിൽ ഇൻപുട്ടാണ്. ഇമെയിൽ ഇൻപുട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇമെയിൽ ടൈപ്പ് ഇത്തരത്തിലുള്ള ഇൻപുട്ട് ശരിക്കും യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമെയിൽ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ട് അത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സാണോ അതോ ജസ്റ്റ് ടൈപ്പോ എന്തെങ്കിലും യൂസർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചില ആളുകൾ പെട്ടെന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു പാസ്വേഡും ഇങ്ങനെ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അവർ പോകും. അപ്പം അത് ഇമെയിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഇമെയിൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അത്തരത്തിലുള്ള ഇൻപുട്ടുകൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ എ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞൊരു എറർ മെസ്സേജ് കാണിക്കും. അത് ജാവാസ്ക്രിപ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ അത് പോസിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഇമെയിൽ ഇൻപുട്ട് മാത്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇല്ലെങ്കിൽ അറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു ഡോട്ട് കോമും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് ഇമെയിൽ ഇൻപുട്ടിൻ്റെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു അറ്റ് സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കും. അറ്റ് സിമ്പിൾ കഴിഞ്ഞിട്ട് ഒരു 3 അക്ഷരത്തിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷം ഒരു ഡോട്ട് കോമും കൂടെ ഉണ്ടോ എന്ന് നോക്കും. ഇതാണ് ഇമെയിൽ ഇൻപുട്ട്. ഇല്ലെങ്കിൽ ഡോട്ട് കോമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമെയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഇമെയിൽ ഇൻപുട്ട്, അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വാലിഡ് ആയിട്ടുള്ള ഈ ഒരു ഇമെയിൽ ചെക്കർ ചെക്ക് ചെയ്ത് നോക്കത്തില്ല. അതിന് പകരം ഇത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ആണ്, ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇമെയിൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. ഇനി URL ഇൻപുട്ട് ഉണ്ട്, URLs കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ടെക്സ്റ്റ് ഇൻപുട്ട് പോലെ തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാ ഇൻപുട്ടുകളും കണ്ടു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇൻപുട്ട് പോലെ തോന്നും. ഈ ഒരു ഇൻപുട്ടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് HTTP അല്ലെങ്കിൽ HTTPS എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ എന്നാണ് ഇത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതാണ് URL ഇൻപുട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ബാക്കിയുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് ഞാനിത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോളൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ടുകളും ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ചെക്ക് ബോക്സ് ഡേറ്റ് ടൈം ഇൻപുട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഫയൽ ഇൻപുട്ട് നമ്മൾ ആൾറെഡി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഡേറ്റ് ടൈം ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലോക്കൽ ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഡേറ്റ് ടൈം പോലെ തന്നെയാണ്. ലോക്കൽ ഡേറ്റ് ആൻഡ് ടൈം എപ്പോഴാണ് യൂസ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം ലോക്കൽ ഡേറ്റ് ആൻഡ് ടൈമും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ ഡേറ്റ് ടൈം ലോക്കൽ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതും സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഹിഡൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻപുട്ട് ഉണ്ടായിരിക്കും, പക്ഷേ അത് ഹിഡൻ ആയിരിക്കും. ഓക്കെ, അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇമേജ് ഇൻപുട്ട് ഇമേജസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ്. അതുപോലെ തന്നെ മന്ത് ഇൻപുട്ടുണ്ട്. നേരത്തെ നമ്മൾ കലണ്ടർ എടുത്ത പോലെ തന്നെ അതിൻ്റെ അകത്ത് ഡേ സെലക്ട് ചെയ്യാനുണ്ടാകും. ഇതിൻ്റെ അകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ മന്ത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പാസ്വേഡ് ഇൻപുട്ടുണ്ട്. പാസ്വേഡ് ഇൻപുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഡോട്ടായിട്ട് റീപ്ലേസ് ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ സെർച്ച് ചെയ്താൽ അതെല്ലാം ഡോട്ടായിട്ട് റീപ്ലേസ് ചെയ്യും. ഇത് പാസ്വേഡ് ഇൻപുട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ തന്നെ സേവ് പാസ്വേഡ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പാസ്വേഡ് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇൻപുട്ടുകളെല്ലാം സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടനാണ്. അതുപോലെ തന്നെ നമ്മൾ റേഞ്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റേഞ്ച് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇൻപുട്ടാണ്. ഇതുപോലെ ഒരു സീക്ക് ബാർ തന്നിട്ടുണ്ടായിരിക്കും. പല ബ്രൗസറിലും പല രീതിയിലായിരിക്കും ഇത് വരുന്നത്. ക്രോമിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള അത്രയും കാര്യമായിട്ടുണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു ലൈൻ മാത്രം അതിൻ്റെ അറ്റത്ത് ഇതുപോലെ സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യം. ഇതിൻ്റെ അകത്ത് ഫയർഫോക്സിൻ്റെ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബ്രൗസറിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ CSS വെച്ച് സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ഇൻപുട്ടിനെ കുറിച്ച് നമ്മൾ വരുന്ന ലെക്ചറിലും കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഇൻപുട്ടുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഇൻപുട്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പേഴ്സ് കൊടുക്കാനുള്ള ഇൻപുട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ ഫോൺ നമ്പേഴ്സ്, പക്ഷേ ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് സപ്പോർട്ടാകും. ഫയർഫോക്സിൻ്റെ ഒരു പ്രശ്നമാണത്. ആക്ച്വലി നമ്പേഴ്സ് മാത്രമേ സപ്പോർട്ട് ആകത്തുള്ളൂ. നമുക്ക് ക്യാരക്ടേഴ്സ് അതിൻ്റെ അകത്ത് ഇൻപുട്ട് വരാത്ത രീതിയിൽ ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക ഇൻപുട്ടുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടുകളെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞു. വീക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. വീക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ കലണ്ടർ കാണിക്കും, അതിൻ്റെ അകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ വീക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ടൈം സെലക്ട് ചെയ്യാനുള്ള ഇൻപുട്ടാണിത്. ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സെലക്ട് ആകത്തില്ല. അപ്ഡേറ്റഡ് ബ്രൗസേഴ്സ് ആണെങ്കിൽ നമ്മുടെ കറൻറ്റ് ടൈം ഏതാണോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിരിക്കും. ഓക്കെ, അത് ടൈം ഇൻപുട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്തത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ടാണ്. ഓക്കെ, ഇത് സാധാരണ ടെക്സ്റ്റ് ആയിട്ടുള്ളൊരു ഇൻപുട്ടാണ്. ഇത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത ഇൻപുട്ടാണ്. സോറി. ഇനി അടുത്ത ഇതിലുള്ള ഒട്ടുമിക്ക എല്ലാ ഇൻപുട്ടുകളും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ടെക്സ്റ്റ് ഇൻപുട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ഇൻപുട്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാണ്. സബ്മിറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബട്ടൺ മാത്രമാണ്. സെർച്ച് ഇൻപുട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും
ഓക്കെ, ഇത് സബ്മിറ്റ് ഇൻപുട്ടാണ്. സബ്മിറ്റ് കൊറി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ക്രോമോ എഡ്ജോ എടുത്ത് നോക്കുവാണെങ്കിൽ സബ്മിറ്റ് കൊറി എന്ന് ഒന്നും ഉണ്ടാവില്ല, സബ്മിറ്റ് എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ അത് ഡീഫാൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതാണ് ഇൻപുട്ടുകളുടെ എല്ലാ ടാഗുകളും അത്യാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇൻപുട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഇതിനെ തന്നെ മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അത് അടുത്ത ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്.